അരുൺ, ഈ ഒരു കൊട്ടിക്കലാശം അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ഏറ്റവും മനോഹരമായി വടക്കൻ കേരളത്തിൽ കാണുവാൻ സാധിച്ചു. ഒരു മത്സരം തന്നെയായിരുന്നു അവിടെ ഓരോ മണ്ഡലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിച്ചത്. ഓരോ മുന്നണികളും അത്ര കണ്ട് സജീവമായി. ഇന്നിപ്പോൾ ഇതാ നിശബ്ദ പ്രചാരണം ആരംഭിക്കുകയാണ്. ഈ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ എല്ലാവരും സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുവാനുമുള്ള ഒരു ശ്രമത്തിലായിരിക്കും. അപ്പോൾ നിലവിലത്തെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ അവിടുത്തെ സാഹചര്യം എന്താണ് വടക്കൻ കേരളത്തിന്റെ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. എന്തായാലും അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശം കൊടുമ്പിരി കൊണ്ട ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു മലബാർ മേഖലയിൽ ആകെ കണ്ടത്. പല കോണുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ഒരു കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയ പാർട്ടി അണികൾ അവരവരുടെ പാർട്ടികളുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരുന്നു. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഓരോ പാർട്ടികൾക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ പോയിരുന്നത് ബേപ്പൂർ മണ്ഡലത്തിലായിരുന്നു. അരക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ കൊട്ടിക്കലാശം അരങ്ങേറിയത് ഏകദേശം ഒരു 4 മണിയോടെ തന്നെ അവിടെ ആകെ കൂടുന്ന ഒരു ജനക്കൂട്ടം. വോട്ടർമാർ അവിടെ വരുന്നു. പാട്ടുകളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെ ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ അവിടെ മുഹമ്മദ് റിയാസിൻ്റെ റോഡ് ഷോ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നും LDFിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു. കോഴിക്കോട് ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിടത്തും ഒരു അക്രമ സംഭവങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തതായി നമുക്കറിയാൻ കഴിയുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ എന്തോ ഒരു പ്രകോപനം ഉണ്ടായതിൻ്റെ ഫലമായി കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്ത് നേരിയ ഒരു സംഘർഷം ഉണ്ടായതായി, നാദാപുരം ഭാഗത്താണെന്ന് തോന്നുന്നു. അവിടെ ഒരു സംഘർഷം ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്യമായി ഒരു ആവേശകരമായ ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ അത് കൊട്ടിക്കലാശത്തിലെല്ലാം അത് വ്യക്തമായിരുന്നു. എല്ലാ പാർട്ടിയുടെയും അണികൾ ഈ പറഞ്ഞ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനായി വിവിധ കേന്ദ്രങ്ങളിലായി എത്തി. ആബാലവൃദ്ധം ജനങ്ങളാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കണ്ടാലറിയാം. ആബാലവൃദ്ധം ജനങ്ങളാണ് പലയിടങ്ങളിലാണെന്ന കൊട്ടിക്കലാശത്തിൽ ഇന്നലെ എന്തായാലും പങ്കെടുത്തത്. എന്തായാലും ഇത്രയും ദിവസങ്ങൾ നീണ്ടുനിന്ന ശേഷം സ്ഥാനാർത്ഥികൾ എന്തായാലും വിശ്രമം തന്നെയായിരുന്നു. കാരണം ഇന്നലെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വളരെ ചുരുങ്ങിയ ഒരു ദിവസങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഈ ചുരുങ്ങിയ സമയങ്ങൾക്കകം തന്നെ പരമാവധി വോട്ടർമാർക്കിടയിൽ ഓടിയെത്തേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. അവരെ നേരിട്ട് കാണേണ്ട, വോട്ടുറപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ തന്നെയായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് കേരളം ആകെ പരിശോധിച്ചാൽ, അതുപോലെ തന്നെ ഈ കേരളത്തിനോടൊപ്പം തന്നെ മറ്റ് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം അവസ്ഥ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ എല്ലാ സ്ഥാനാർത്ഥികളും മിക്കവാറും വിശ്രമത്തിലായിരുന്നു. ഇന്ന് വീണ്ടും ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി, നിശബ്ദ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇനി അവസാന വട്ടത്തെ വോട്ടുറപ്പിക്കലാണ് ഇനി നടത്താനുണ്ടാവുക. ഈ വിവിധ ആൾക്കാരുമായി പോയി വ്യക്തിപരമായിട്ടുള്ള നിശബ്ദ പ്രചാരണത്തിലൂടെ വോട്ട് വീണ്ടും ഒന്ന് അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികളുടെ ഈ പറഞ്ഞ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ കാര്യപരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ടാകും. എന്തായാലും ഈ ജില്ലയിലുടനീളം ഇതിൻ്റെ സാമഗ്രികൾ, വോട്ടിംഗ് സാമഗ്രികൾ കൈമാറുന്ന പരിപാടികൾ, അതിൻ്റെ പ്രവൃത്തി ഇന്നിപ്പോൾ ഉടനെ ആരംഭിക്കുന്നതാണ്. വിവിധ കേന്ദ്രങ്ങളിലെത്തി ഈ വോട്ടിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി എന്നിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർമാരെല്ലാം പോകുന്ന ഒരു പ്രവൃത്തിയായിരിക്കും ഇനി നടക്കാൻ പോവുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സുരക്ഷാ യോഗങ്ങൾ ജില്ലയുടെയും മറ്റ് ഈ സംസ്ഥാനത്തിൻ്റെ മലബാർ മേഖലയിലെ ഉത്തരമേഖല IG-യുടെ നേതൃത്വത്തിൽ കൂടുന്നുണ്ട്. പോലീസ് അതിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. കേന്ദ്രസേനയുടെ സാന്നിധ്യം ജില്ലയിൽ പലയിടത്തുമുണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് ഭാഗങ്ങളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയിട്ടുണ്ട്. മലബാർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളായിട്ട് മറ്റൊന്നും വിലയിരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും പ്രശ്നബാധിതം ഉണ്ടാവുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പോലീസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു
സാന്നിധ്യം പല ബൂത്തുകളിലും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർമാരുടെ യോഗം എന്തായാലും ഇന്ന് ഉച്ചയോടെ ചേരും. പോലീസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഉന്നതാധികാര സമിതികൾ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തും. അവസാനഘട്ട വിലയിരുത്തലുകളായിരിക്കും. അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ഒരു ടെസ്റ്റ് ട്രയൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളിൽ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഇതെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തും. എന്തായാലും ഇനി വരുന്ന ദിവസം ഈ വരുന്ന സമയങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു ഉദ്യോഗസ്ഥ തലങ്ങളിൽ നോക്കുകയാണെങ്കിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലായിരിക്കും ശ്രദ്ധ ചെലുത്തുക. സിന്ധൂരി. അരുണിനെ പോലുള്ള നമ്മുടെ പ്രതിനിധികൾ ഓരോരുത്തരും വളരെ കൃത്യമായി ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിക്കൊപ്പം, അവിടുത്തെ പ്രവർത്തകർക്കൊപ്പം, അവിടുത്തെ പൊതുസമൂഹത്തിനോടൊപ്പം ഇങ്ങനെ ഇടപഴകി നിന്ന കുറേയധികം ദിവസങ്ങളാണ്. ഏതാണ്ട് 3 ആഴ്ച കാലമാണ് കടന്നു പോകുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച, ഈ ആദ്യം മുതൽ അവസാന നിമിഷം വരെ വളരെ കൃത്യമായി വികസനത്തിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മുന്നോട്ട് വെച്ചത്. എന്നാൽ പല ആവർത്തിയും ഇവരോടെല്ലാം പലതരത്തിലുള്ള പ്രതിവാദങ്ങൾ ഉയർക്കുകയും അതെല്ലാം അവസാനിപ്പിക്കുകയും അതെല്ലാം പരാജയപ്പെട്ടു പോവുകയും ചെയ്ത പ്രതിപക്ഷത്തെയുമാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ അവസാന നിമിഷം ഇന്നലത്തെ ഒരു കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ എല്ലാ ആയുധങ്ങളും പാളിപ്പോയി നിൽക്കുന്ന പ്രതിപക്ഷം പുത്തൻ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സാഹചര്യം, സംഘർഷ സാഹചര്യമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വടക്കൻ കേരളത്തിൽ ഏതെങ്കിലും ഇടങ്ങളിൽ കാണുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നേരിട്ടുള്ളൊരു അനുഭവം, ഒരു അഭിപ്രായമായി ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇവരുമായി ഇത്രയും ഇടപഴകി നിൽക്കുമ്പോൾ അറിയുവാൻ സാധിക്കുന്നത്? സിന്ധൂരി, നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ ഒരു പരാമർശം നമുക്ക് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ വന്നുപോയ ഒരു വാക്കാണ്. അദ്ദേഹത്തിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു പര്യടനം? അത് നമ്മുടെ റോഡുകളെല്ലാം വളരെ നല്ലതായതുകൊണ്ട് എനിക്ക് മണ്ഡലത്തിൻ്റെ എല്ലാ കോണുകളിലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്താൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നന്നായി പോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതിൻ്റെ അവിടെ ഒരു അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ്. കാരണം നമുക്ക് റോഡുകളുടെ കാര്യം, ദേശീയപാത വികസനം, അതുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം, മെഡിക്കൽ കോളേജുകൾ, എന്തെല്ലാം അവസ്ഥ മാറി. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കകത്ത് മെഡിക്കൽ കോളേജുകളുടെയും മറ്റ് ഈ റോഡിൻ്റെയുമായി ബന്ധപ്പെട്ടായിരുന്നാലും സ്കൂളുകളുമായി ബന്ധപ്പെട്ട് എത്ര സ്കൂളുകൾ, എത്ര ക്ലാസ് മുറികൾ, ലക്ഷക്കണക്കിന് ക്ലാസ് മുറികളാണ് ഹൈടെക്കുകളായി മാറിയിട്ടുള്ളത് എന്ന് പറയുന്നത് അത് വലിയൊരു മാറ്റം തന്നെയാണെന്ന് സമ്മതിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്നാണ് വോട്ടർമാരും ആവശ്യപ്പെടുന്നത്. എന്തായാലും പോകുന്ന സ്ഥലത്തെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ധർമ്മടം മണ്ഡലത്തിലായിരുന്നു എനിക്ക് ഇന്നലെ ഈ 2-3 ദിവസം മുമ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ആ സമയത്തെല്ലാം എന്തുകൊണ്ട് പിണറായി വിജയന് അല്ലെങ്കിൽ എന്തുകൊണ്ട് LDF സർക്കാർ വീണ്ടും വരണം, എന്തുകൊണ്ട് ഈ ഒരു വികസനം തുടരണം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു കണ്ണൂർ ജില്ലയിലെ ഈ ധർമ്മടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു സ്ഥലത്ത് ഈ നാദാപുരം, ഈ 3 മണ്ഡലം കൂടെ ഒരുമിച്ച് കൂടിയ ജനസഞ്ചയം തന്നെയായിരുന്നു ഈ ഒരു LDF എന്തുകൊണ്ട് വരണം, എന്തുകൊണ്ട് തുടരണം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം തന്നെയായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്ന റോഡ് ഷോകളിലും ഉണ്ടായിരുന്ന ജനപങ്കാളിത്തം, കൺവെൻഷനിലും ഉണ്ടായിരുന്ന ജനപങ്കാളിത്തം. എന്തായാലും വയനാട് ഫണ്ട് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പല ദിവസവും പല കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF എന്തായാലും LDF വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തുക. സിന്ധൂരി.